ഇന്ന് ഞാനുള്ളത് മഞ്ഞു തോർന്ന വഴിയരികിൽ എന്ന ഒരു ആൽബത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രേണു സുധിയും ലിഞ്ചപ്പനുമാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ആൽബത്തിന്റെ വിശേഷങ്ങൾ? മഞ്ഞു തോർന്ന വഴിയരികിൽ എങ്ങനെയുണ്ട് ചേച്ചി? എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം ജിന്നാണ് ഡയറക്ടർ. ജിന്നിന്റെ രണ്ടാമത്തെ ആൽബത്തിൽ ഞാൻ അഭിനയിച്ചു. മൂന്നാമത്തെ ആൽബമാണ് ഇത്. അപ്പം വളരെ സന്തോഷം. അതായത് നായികയായിട്ട് ആൽബത്തിൽ ഫസ്റ്റ് വന്നത്. വന്നത് അത് അതിനുശേഷം ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് ഒരു 7-8 ആൽബങ്ങൾ 10 ചെയ്ത് ആൽബങ്ങൾ ചെയ്ത് ജിന്നിന്റെ കൂടെ തന്നെ. എല്ലാം ജിന്നിന്റെ കൂടെ തന്നെയല്ല, ജിന്നിന്റെ മൂന്നാമത്തെ വർക്കാണ്. അല്ലാതെ ഒരുപാട് ആൽബങ്ങൾ വന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ. ഇപ്പൊ ഇന്ന് ചേച്ചിക്ക് നായകനായിട്ട് കിട്ടിയിരിക്കുന്നത് ലിഞ്ചപ്പനെയാണ്. അതെ ലിഞ്ചപ്പൻ ഇന്ന് ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ഒരു ദിവസം ലീവിന് വേണ്ടി, പ്രവാസിയാണ്, ഇന്ന് ഒരു ദിവസം ആണല്ലേ. ലീവിന് വേണ്ടി ഓ വന്നിരിക്കുകയാണ്. ആയിക്കോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ലിഞ്ചപ്പന്റെ ഒരു എക്സ്പീരിയൻസ്? നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. നമുക്ക് എന്താ പറയാ, ഞാനത് ആദ്യമായിട്ട് പ്രതീക്ഷയോട് അഭിനയിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം അവന് നന്നായിട്ട് ഇവനും അതുപോലെ തന്നെ എന്താ പറയാ, ഇവനോരോ പാട്ടിന്റെ വരികളൊക്കെ പാടുമ്പോൾ നമുക്കറിയാം, അഭിനയിക്കുന്നവരെ കാണുമ്പോൾ അറിയാം നന്നായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവനൊരു ആർട്ടിസ്റ്റ് ആണ്. ദുബായിലൊക്കെ അല്ലേ, ദുബായിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസും അതുപോലെ വെബ് സീരീസ് ഒക്കെ ചെയ്യണ അടിപൊളി ആർട്ടിസ്റ്റ് തന്നെയാണോ അവൻ. നമുക്ക് ലിഞ്ചപ്പനോട് ഒന്ന് ചോദിക്കാല്ലോ, കാരണം എങ്ങനെ ലിഞ്ചപ്പനോട് എക്സ്പീരിയൻസ് അറിയാമല്ലോ. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് നാട്ടിലൊരു ആൽബം ചെയ്യുന്നത്. ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ദുബായിലാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ നാട്ടിൽ വരുന്നത്. അപ്പം അതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാകുമെന്ന വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ. കുറച്ച് നാളായിട്ട് ഞാൻ അവിടെയാണ്, ദുബായിലാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടും ഇപ്പം ഇവിടെ ഒരു വർക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വരുമ്പോൾ, എന്താകും, എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കാന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് മുന്നും വല്ല മ്യൂസിക്കൽ ആൽബം അങ്ങനെ എന്തെങ്കിലും? ഞാൻ ദുബായിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൽ Short ആൽബം, film ഷോർട്ട് ആണോ? ഫിലിംസ്, വെബ് സീരീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം? ഈ നല്ല മഞ്ഞു നല്ല തോർന്ന വഴി- ഇവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നണേ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് ദുബായിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ. നമുക്ക് ഇവിടെ ആണെങ്കിൽ ലൊക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്, ആക്സസിബിൾ ആണ്. നമുക്ക് ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ മതി, പെർമിഷൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുറച്ചുകൂടെ ആക്സസിബിൾ ആണ്. എങ്ങനെയാണ് റീനു സുധി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തറിയുമ്പോഴാണ് ആൾക്കാരെ ശരിക്കും മനസ്സിലാക്കുമെന്ന് പറയുന്നതാണ്. ശരിക്കും നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നൊന്നും അല്ല ശരിക്കുള്ള ആൾക്കാർ. അതെ. നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ആൾക്കാരെ മനസ്സിലാവുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കൂടെ അഭിനയിക്കാനാണെങ്കിലും ഇപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നെ ജിന്നായിട്ടുള്ള ഒരു ഇതിന്റെ സംവിധായകൻ ജിന്നായിരുന്നല്ലോ. അതെ, ജിന്നായിട്ട് ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ച് കോണ്ടാക്ട് ചെയ്യുമ്പം എന്താകും ഇത്, ഞാൻ പഴയ ആൽബംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ രീതികളും അവരുടെ രീതികളും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര എന്നെ ഒത്തിരി കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ ഇന്നലെ എത്തി. അപ്പം എന്നെ ഓരോ ഹാഫ് ആൻ അവറിൽ ഞാൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓക്കെ. അപ്പം ഇതിലേക്ക് ഇന്നാകാനായിട്ട് ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് നാസ് നവാസ് ആണ്. അതെ. അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അതും മറ്റൊരു ഒരു നവാസാണ്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഞാനൊരു കാര്യം പറയാം. രണ്ടുപേരും ആക്ച്വലി പറഞ്ഞ തുടക്കം തൊട്ട് നമ്മളൊരു ഫ്രണ്ട്സ് സർക്കിളിലുള്ള പരിപാടി ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ചെയ്യാനായിട്ട്. ഈ മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ക്യാമറ ആണെങ്കിലും ഒക്കെ ഈ ഒട്ടും നമ്മളിപ്പോ തെറ്റിച്ചാലും അതൊന്നും ഒരു പ്രശ്നമില്ലാതെ പുള്ളി വളരെ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് പുള്ളി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചിയോടാണ്. ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഫസ്റ്റത്തെ മ്യൂസിക്കൽ ആൽബം ആയിരിക്കും അല്ലെ? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ബിഗ് പറഞ്ഞല്ലോ, ബോസിലെ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഷൂട്ടാണ് ആൽബത്തിന്റെ ഷൂട്ട്. എനിക്ക് ആൽബം എന്ന് പറഞ്ഞാൽ, എനിക്ക് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഈ ഷോർട്ട് ഫിലിമിലൊക്കെ വരുന്നത്. ചിലപ്പോൾ വലിയ സിനിമയിൽ അഭിനയിക്കാനായിരിക്കും, അതുപോലെ ആൽബങ്ങളിലെ പക്ഷെ എനിക്ക് കുഞ്ഞിലെ തൊട്ട് നമ്മള് മിസ്റ്റും ഡ്യൂ ഡ്രോപ്സും ഒക്കെ കാണുന്ന ആ സമയം, കുഞ്ഞിലെ അല്ല, നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലെ, ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൽബത്തിൽ അഭിനയിക്കണം, നടിയാകണം. ആൽബം നടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട്, നല്ല പാട്ട് ഉണ്ടാവണം, അത് ഹിറ്റാണോ, എന്നിട്ട് അത് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഇത്ര ആൽബം ചെയ്ത ആൽബങ്ങളെല്ലാം എന്തായാലും നല്ല രീതിയിൽ ഹിറ്റായ ആൽബങ്ങൾ തന്നെയാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. അതുപോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജിന്നിന്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമാണ്. ജിന്നി വിളിച്ചു, കഥ കേൾക്കണേന് മുന്നേ ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഥ കേട്ടത്. ഭയങ്കര ഭയങ്കര സന്തോഷം. പിന്നെ ഈ മഞ്ഞു തോർന്ന വഴിയരികിൽ പാട്ട് കേട്ടിട്ടായിരുന്നു ഈ ആൽബത്തിലോട്ടുള്ള? ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ആൽബം പാട്ട് കേൾക്കുന്നത്. നല്ല സോങ് ആണ്. ഞാനിതിലേക്ക് ഞാൻ ഓക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാട്ട് കേട്ടിട്ടാണ്.
ആക്ച്വലി മുന്നേ പറഞ്ഞ രേണുസുതിയാണ് ചെയ്യുന്നത്. അപ്പം പാട്ടും കൂടെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഒരു പാട്ട് ചെന്നപ്പോൾ എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇന്നാണ് പാട്ട് വളരെ നല്ല. അതിൽ ഇന്ന് സബ്ജക്ട് ഇന്ന് സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, സ്റ്റോറി ലൈൻ എനിക്ക് ആക്ച്വലി ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റോറി ലൈൻ എനിക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഇംപ്രസ്ഡ് ആയിരുന്നു. സ്റ്റോറി ലൈൻ ഒരു വെറൈറ്റി സംഭവമായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി മച്ചാൻ കമ്പനീസിലൂടെയാണ് വർക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും? എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. 1-ാം തീയതിയാണ് റിലീസ്. നല്ലൊരു സ്റ്റോറിയാണ് എന്തായാലും. അതെ, എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.